കഴിഞ്ഞ വർഷമാണ് നമുക്കിത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 2024 കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കുക. ആണ്. ഇല്ല, അതൊരിക്കലും പറയാൻ പറ്റില്ല. അതല്ല, ഞാൻ അത് സ്ഥിരം യൂസ് ചെയ്യുന്നവർക്കേ പറയാൻ പറ്റുള്ളൂ. യൂറോളജി എക്സ്പെർട്ട് യൂറോളജി ആരെങ്കിലും വന്നാൽ ഇത് ഉപയോഗിച്ചാണോ ഇല്ല? ഡോക്ടർ ഹാരിസിന്റെ കയ്യിലോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലയേൽപ്പിച്ച ഡോക്ടർ ടോണി തോമസിന്റെ കയ്യിലോ ഉണ്ടാവും. അവരറിയാതെ ഈ താക്കോല് മറ്റൊരാൾക്ക് കൊടുക്കാൻ പോവില്ല. ഷിജു അതൊക്കെ അത് അവരോട് സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്തിട്ടിരിക്കുന്നു. ആദ്യം നമ്മുടെ ഈ കാര്യം തന്നെ ക്ലാരിഫൈ ചെയ്യണം. ആരെങ്കിലും കയറിയിട്ടുണ്ടോ അത് നമുക്ക് അറിയില്ലല്ലോ, ആരാണ് കയറിയത്. അപ്പൊ ഇനി നമ്മൾ ഫർദറായിട്ട് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മണിക്കൂറുകളോളം എടുക്കും. ഇതാണ് കമ്മിറ്റി തന്നിട്ടുള്ള കടലാസ്. അങ്ങനെ ഡോക്ടർ ടോണി പറഞ്ഞിട്ടില്ല. ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത്. പ്രശ്നമില്ല എന്നല്ല പറയുന്നത്. ഇത്രയും സമയം എടുക്കും. ഇത്രയും 103 ക്യാമറ പരിശോധിച്ചിട്ട് 24 മണിക്കൂർ അത്ര എളുപ്പമല്ല. അതിന് അത്രയും ടൈം എടുക്കും. അങ്ങനെയൊന്നും ഇതില്ല മാഡം, അങ്ങനെയല്ല. അതിന്റെ ഒരു സമയത്തിൽ നമുക്ക് നോക്കണം. ഇത് ഇന്ന് രാവിലെ പെട്ടെന്ന് അല്ല, ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് സർക്കാരിനോടാണ്. അത് റിപ്പോർട്ട് ഇതാണ് ഇതിന്റെ ഞാൻ നേരത്തെ കാണിച്ച ഇത് എൻക്വയറി റിപ്പോർട്ട്. എൻക്വയറി റിപ്പോർട്ട് ഇതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇല്ല, അറിയിച്ചു. എൻക്വയറി റിപ്പോർട്ട് കൊടുക്കണ്ടേ ആ സമയത്തല്ലേ നമ്മൾ എഴുതി കൊടുക്കുക. ഇങ്ങനെയൊക്കെ സംഭവം കാണുന്നു. അറിയില്ല മോനെ, സാധനം അവിടെ ഉണ്ടെന്ന് മാത്രം ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഈ പ്രവീണ പറഞ്ഞ മാതിരി നമുക്കിതിനെ അത് മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതെ, മോസിലോസ്കോപ്പ് അല്ല. ഇതാണ് ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കമ്മിറ്റി has inquired about the tissue mass. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസിലേറ്റർ വിത്ത് മോസിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from MP fund, which was allegedly missing from the department. HOD has agreed it is partly missing, and however it is not a machine constantly used. These are the reports by അതെ, അങ്ങനെയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതിലൊന്നും അത്ര അതെല്ലാം എഴുതി തന്നിട്ടുണ്ട്. പ്രവീണ ഏത് സാധനം? അല്ല, മോസിലോസ്കോപ്പ് ഞാൻ കണ്ടത് കഴിഞ്ഞ മിനിഞ്ഞാന്നാണ്, ബുധനാഴ്ച. അപ്പോഴാണ് ഒരു മെഷീൻ അവിടെ ഉണ്ട്. അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ. ഈ മോസിലോസ്കോപ്പ് ആണെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ ഇതിനൊരു എൻക്വയറി വന്നിട്ടുണ്ട്. ആ എൻക്വയറിക്ക് ഫോട്ടോ സഹിതം എടുത്ത് കൊടുത്തിട്ടുണ്ട്. മോസിലോസ്കോപ്പിന്റെ ഫുൾ മെഷീന്റെ ഫോട്ടോ സഹിതം കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതില് ഈ പറഞ്ഞ സാധനം കാണുന്നില്ല. വേണേ വെരിഫൈ ചെയ്യാം. പുതിയതായി കണ്ടെത്തിയ സാധനം അന്ന് കൊടുത്തതിൽ അതിൽ കാണുന്നില്ല. ഒന്നും കൂടി ക്ലാരിറ്റി വെച്ച് വേണമെങ്കിൽ നോക്കാം. അതറിയില്ല, ചിലപ്പോ വേറെ എവിടെയെങ്കിലും മാറി ഇരുന്നതായിരിക്കാം. അത് പറയാൻ പറ്റില്ല. ഷിജു MP നമ്മുടെ കയ്യിലുള്ള പഴയ ഫോട്ടോവുമായി ഇപ്പൊ കണ്ടെത്തിയ സാധനത്തിന് മാച്ചിങ് അല്ല. ഈ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഇൻസ്ട്രുമെന്റില് അതിന്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടില്ല പഴയതില്. അതെ, ഇതൊക്കെ അത് എടുത്ത് വെക്കാം. എന്താ പറ്റിയെന്ന് അറിയില്ല. ആ സാധനം, ആ ഫോട്ടോ MPസിന്റെ ഫണ്ട് വെച്ച് നമ്മൾ എന്ത് വാങ്ങിയാലും അത് അതിന്റെ റിപ്പോർട്ട് ചെയ്യണം. ഒരു ഫോട്ടോ എടുത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് അതിലില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് സാധനം അവൈലബിൾ അല്ല, ആ ഫോട്ടോയിൽ കണ്ടില്ല. അപ്പൊ ഇതിൽ അത്ര ഒരു വിവാദത്തിന്റെ കാര്യം അതിലില്ല. അങ്ങനെയൊന്നും അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല അത് നമുക്ക് അല്ല. നോക്കൂ മാഡം പ്രവീണ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ അറിയൂ എന്താ സംഭവിച്ചെന്ന്. അദ്ദേഹം ലീവിലാണ്. അതിന്റെ പേരിൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ലീവിലാണ്. അദ്ദേഹം ഇന്ന് വരെ ലീവാണ്.
പക്ഷെ അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ KGNCT കൂടുതൽ കത്തിൽ പറയുന്നത് അവിടെ പലതരത്തിലുള്ള കൃത്രിമത്വം നടത്താൻ സാധ്യത. അത് ഇന്നലെ കൊടുത്ത കത്താണ്. ഈ പരിശോധന സമയത്ത് തന്നെയാണ് അദ്ദേഹം കത്ത് കൊടുക്കുന്നത്. പലരും അവിടെ കയറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംശയത്തിനുള്ള ഒരു സാധ്യതയില്ല. അദ്ദേഹത്തെ പെടുത്താൻ അദ്ദേഹം അങ്ങനെ ഒരു സംശയം, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കൊന്നുമല്ല, മറ്റാർക്കും തന്നെ ഇല്ല. ഈ ഡോക്ടർ ഹാരിസിനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നല്ലത് മാത്രമാണ്. അല്ല അതല്ല അദ്ദേഹം എന്നല്ല, എവിടെയോ അതാണല്ലോ അദ്ദേഹത്തിന് കുറ്റം. നമ്മളെ മന്ത്രിയോ ഞങ്ങളോ DMO ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇതില് അതെ അതെ അല്ല അതങ്ങനെ പറഞ്ഞൂടാ. ആ റൂമിൽ വേറെ എന്താ നമുക്ക് അറിയില്ല, അതിനെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഇത് നമ്മൾ ക്ലോസ് ചെയ്യണ്ട എന്ന് മാത്രം ഞങ്ങൾക്ക് ചിന്തിച്ചുള്ളൂ. പക്ഷെ അതിനുശേഷം നല്ലൊരു ക്ലൂ കിട്ടുകയാണെങ്കിൽ അത് സർക്കാരിന്റെ തീരുമാനത്തിൽ പെടും. സർക്കാർ എന്ത് ചെയ്യുന്നുള്ളത്. ഓക്കെ അതെ അല്ല, അതിന് കൃത്യമായിട്ട് ടൈം എടുത്തിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോകണം. കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കണം. അല്ല, അത് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് പ്രിൻസിപ്പലിനോ സൂപ്പറിനോ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതല്ല, ഇതിപ്പോ ഈ പ്രശ്നം നടക്കുന്നതൊക്കെ 2-3 ദിവസത്തിന്റെ ഒരു ഗ്യാപ്പിലാണ്. ആദ്യ പരിശോധനയിൽ കാണാത്തൊരു പട്ടിക. ആദ്യ പരിശോധന നടന്ന ഡേറ്റ് ഏതാണ് സാർ? അത് 2 ഓഗസ്റ്റ്. അല്ല, ആദ്യം നടന്ന കഴിഞ്ഞ ശനിയാഴ്ചയാണ്. എന്ന് വെച്ചാൽ 2 അതിനുശേഷം ചെറിയ പെട്ടി കണ്ടത് ഏത് ഡേറ്റിലാണ് സാർ? മിനിഞ്ഞാന്ന്. എന്ന് വെച്ചാൽ അത് 6 അന്ന് കാണാത്ത പെട്ടിയാണ് ഇന്നലെ കണ്ടത്. ഈ ഒറ്റ ദിവസത്തിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ്. ആ ദിവസങ്ങളിൽ ഡോക്ടർ ഹാരിസ് എന്തായാലും ആശുപത്രിയിൽ ഇല്ല. അദ്ദേഹം അവധിയിലാണ്. കസ്റ്റോഡിയൻ ഡോക്ടർ ടോണി തോമസ് ആണ്. അതെ, അദ്ദേഹം പറയണ്ടേ സാർ ഇത് ഈ താക്കോൽ ആക്ഷൻ കൈമാറിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൈമാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലല്ല, അങ്ങനെയല്ല ഷിജു സുഹൃത്തെ. അത് ഈ കാര്യത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന മാതിരി. അതുകൊണ്ടാണ് ഞാൻ ലിറ്റിൽ അൺകോമൺ ഇഷ്യൂസ് കണ്ടു, അത് നോക്കണം എന്നും അതിന് സർക്കാരിന്റെ തീരുമാനത്തിനാണ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം